ജയിലിലെ തടവുകാരുടെ വേതനം സംസ്ഥാന സർക്കാർ കുത്തനെ കൂട്ടിയത് സുപ്രീം കോടതി നിർദ്ദേശം ഉൾക്കൊള്ളാതെ ജയിലിൽ ജോലി ചെയ്യുന്ന തടവുകാർക്ക് മാന്യമായ വേതനം നൽകണമെന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലെ സുപ്രീം കോടതി വിധിയിലെ പരാമർശം. എന്നാൽ നിരക്ക് വർധന വിവാദമായതോടെ സുപ്രീം കോടതി നിർദ്ദേശിച്ച നിരക്കാണ് നിശ്ചയിച്ചതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശം ഉൾക്കൊള്ളാതെയാണ് ഇപ്പോഴത്തെ നിരക്ക് വർധന. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജയിൽ പരിഷ്കരണ കമ്മിറ്റി മിനിമം വേതനത്തിന് തുല്യമായ തുക തടവുകാർക്ക് നിശ്ചയിക്കണമെന്നാണ് ശുപാർശ ചെയ്തത്. എന്നാൽ മറ്റു മേഖലകളിലെ മിനിമം വേതനത്തെക്കാൾ ഉയർന്ന നിരക്കാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചത്. മറ്റു മേഖലയുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം കർണാടകയിലെ തടവുകാർക്ക് നൽകുന്ന വേതനവുമായി തട്ടിച്ചു നോക്കിയായിരുന്നു സർക്കാരിന്റെ നടപടി. രാജ്യത്ത് തടവുകാർക്ക് കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടക സർക്കാർ നൽകുന്ന വേതന വർധനവ് ചൂണ്ടിക്കാട്ടി ഒരു തടവുകാരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിന്മേൽ കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് വേതനം വർദ്ധിപ്പിച്ചത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാപരമായ തത്വമാണെന്നും മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം നിർണ്ണയിക്കണമെന്നും സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. 7 വർഷത്തിനു ശേഷമാണ് തടവുകാരുടെ വേതനത്തിൽ സംസ്ഥാന സർക്കാർ വർധനവ് വരുത്തിയത്. സെൻട്രൽ ജയിലുകളിൽ കുറഞ്ഞ ദിവസക്കൂലി 63 രൂപയും കൂടിയ കൂലി 168 രൂപയുമായിരുന്നു. വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുള്ള തുറന്ന ജയിലുകളിൽ 230 രൂപയായിരുന്നു കൂലി. കിട്ടുന്ന ശമ്പളം ജയിലിലെ ക്യാന്റീനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വീട്ടിലേക്ക് അയക്കുന്നതിനും മോചനം ലഭിക്കുമ്പോൾ ഒരുമിച്ച് കൈപ്പറ്റുന്നതിനും ഉപയോഗിക്കാമെന്നാണ് ഉത്തരവിലുള്ളത്. പുതിയ നിരക്കനുസരിച്ച് 30 ദിവസം ജോലി ചെയ്താൽ 18,600 രൂപ വരെ തടവുകാർക്ക് പ്രതിമാസം ലഭിക്കും. ജയിൽ അന്തേവാസികളുടെ വേതന വർധനവ് കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്നും അവരുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നിർണായക നടപടിയാണെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് അടക്കം പ്രതിമാസം പരമാവധി 12,000 രൂപ ലഭിച്ചാൽ പോലും ദിവസവേതനം 400 രൂപ മാത്രമാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് തടവുകാർക്ക് 620 രൂപ വരെ സർക്കാർ തീരുമാനിച്ചത്. ഭാഗിക നൈപുണ്യ ജോലികൾക്ക് 560 രൂപയും നൈപുണ്യമില്ലാത്ത ജോലികൾക്ക് 530 രൂപയും ലഭിക്കും. ഇതിനു പുറമെ റബ്ബർ ടാപ്പിംഗ്, കല്ലുവെട്ട് തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്ക് ഇൻസെന്റീവും ലഭിക്കും. നെട്ടുകാൽ തേരി, ചീമേനി തുറന്ന ജയിലുകളിലാണ് റബ്ബർ ടാപ്പിംഗ്, കല്ലുവെട്ട് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് വാർഷിക ഉൽപാദനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓണക്കാലത്ത് ഇൻസെന്റീവ് നൽകുക. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ വേതനമാണ്. 346 രൂപയായിരുന്ന പ്രതിദിന വേതന നിരക്ക് 369 രൂപ മാത്രമാക്കിയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. വെറും 23 രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചത്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഓണറേറിയം വർധനവ് തുച്ഛമാണെന്ന് ചൂണ്ടിക്കാട്ടി 265 ദിവസത്തിലധികം ആശാ വർക്കർമാർ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്തിരുന്നു. പ്രതിദിനം 33 രൂപയുടെ വർധന മാത്രമാണ് വരുത്തിയിരുന്നത്. ഇത് മിനിമം കൂലി എന്ന ആവശ്യത്തിനടുത്തുപോലും എത്തുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരുടെ സമരം. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് സർക്കാരിന്റെ ജയിൽ പുള്ളികളുടെ വേതന വർധനവ്. ഇതിനിടെ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ എതിർക്കുന്ന നിലപാട് ശരിയല്ലെന്ന് CPM നേതാവ് EP ജയരാജൻ ഇന്നലെ പറഞ്ഞിരുന്നു. കാലോചിതമായ പരിഷ്കാരം എന്നായിരുന്നു സർക്കാർ നടപടിയെ അനുകൂലിച്ച ജയരാജൻ പറഞ്ഞിരുന്നത്. ജയിലിലുള്ളത് പാവങ്ങളല്ലേ, പല കാരണങ്ങൾ കൊണ്ട് കുറ്റവാളികളായവരാണെന്നും അവർക്ക് ജയിലിൽ അത്യാവശ്യ സാധനം വാങ്ങാൻ കൂലി ഉപകരിക്കുമെന്നുമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. തൊഴിലുറപ്പിന്റെയും ആശമാരുടെയും വേതനം കൂട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും EP ജയരാജൻ വ്യക്തമാക്കിയിരുന്നു.